ഒരിക്കൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ, അവിടേക്ക് ഒരു അച്ഛനും മകനും കടന്നു വരുന്നു. അച്ഛൻ വളരെ പതുക്കെയാണ് നടക്കുന്നത്. മകൻ കൈപിടിച്ച് മെല്ലെ 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 അച്ഛനെ സീറ്റിൽ കൊണ്ടുപോയിരുത്തി. എല്ലാവരും അപ്പം അങ്ങോട്ടും ഇങ്ങനെ നോക്കി. കാരണം അവിടെയൊക്കെ സാധാരണ വരാറുള്ളത് ഒരുപാട് കപ്പിൾ അല്ലേ, അങ്ങനെയുള്ള സംവിധാനത്തിലാണ് അവിടെ ഉള്ളത്. പക്ഷേ ഈ മകൻ അച്ഛൻ്റെ കൈ പിടിച്ച് അവിടെ ഇരുത്തുന്നു. അച്ഛൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് മെനു ഒക്കെ എടുത്ത് ഓർഡർ ചെയ്യാണ്. അച്ഛൻ ഇങ്ങനെ കൂടുതൽ ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ താളം കാട്ടുന്നു. മകൻ ഓർഡർ ചെയ്തു, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പലതും താഴെ വീഴുന്നുണ്ട്. അച്ഛൻ്റെ മുഖത്തും താടിയിലൊക്കെ ആവുന്നുണ്ട്. അപ്പോഴൊക്കെ മകൻ അത് വളരെ സിമ്പിളായിട്ടൊക്കെ തുടച്ചു കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇനി എന്താണ് വേണ്ടത്, വെള്ളം എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വാഷ്റൂമിൽ കൊണ്ടുപോയി കൈയൊക്കെ കഴുകി ഒക്കെ തിരിച്ച് വളരെ ഹാപ്പിയായി വന്ന വെയിറ്ററിന് ടിപ്പൊക്കെ കൊടുത്ത് അച്ഛനെ കൈ പിടിച്ച് കാറിൽ കൊണ്ടുപോയി തിരിച്ചിരുത്തി. അച്ഛൻ്റെ ടവൽ മറന്നു വെച്ചപ്പോൾ അദ്ദേഹം അവിടേക്ക് വരികയാണ്. ആ സമയത്ത് ആ ഹോട്ടലിലുണ്ടായിരുന്ന മാനേജർ ഇയാളെ പിടിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന് ബില്ലില്ല. അപ്പോൾ എന്താ സംഭവം? നിങ്ങൾ കഴിച്ചതിന് ബില്ലില്ല. കാരണം നിങ്ങൾ വലിയൊരു മെസ്സേജാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും തന്നിട്ടുള്ളത്. കാരണം ഒരു സ്റ്റേജ് കഴിയുമ്പോഴും അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നും അവരെ നമ്മൾ വീട്ടിൽ ഇരുത്തി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്ത് അങ്ങനെയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ കൂടെ നിർത്തി നമ്മൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമ്മളെ കൊണ്ടുവന്നതുപോലെ അവരെയും നമ്മൾ പരിഗണിക്കുന്നല്ലോ. ആ ഒരു പരിഗണനയുടെ സ്നേഹം ഈ ഹോട്ടലിൽ ഇരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് നിങ്ങൾ ഇട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു മെസ്സേജ് ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഇന്ന് തരുന്ന ഒരു പേയ്മെൻ്റായിട്ടോ സ്നേഹമായിട്ടോ ഗിഫ്റ്റായിട്ടോ ഞങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഞങ്ങളുടെ വക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രായം കൂടുന്തോറും അവർക്ക് വീട്ടിൽ തന്നെ മതിയല്ലോ എന്നുള്ള ചിന്തകളുടെ അപ്പുറത്തേക്ക് നമ്മളെ കൂടെ നിർത്തി ചേർത്ത് നിർത്തി അവരൊരു കാലത്ത് അനുഭവിച്ചിരുന്ന ഒരുപാട് രസങ്ങളും സുഖങ്ങളും ഉണ്ട്. അതിലേക്കൊക്കെ അവരെ തിരിച്ചു കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാത്ത സന്തോഷങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്ത സമയങ്ങൾ. ആ സമയങ്ങളിലേക്ക് നമ്മൾ അതിന് മനോഹരമായി നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയണം. നമ്മുടെ വണ്ടികളിൽ അവരെ യാത്ര ചെയ്യിപ്പിക്കുക, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഓക്കെ, സംസാരിക്കുന്നത് ഷാഫി കളത്തിങ്കൽ, EMA ട്രെയിനിങ് കോളേജിലെ സൈക്കോളജി അധ്യാപകനും ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റുമാണ്. ഓക്കെ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.